ഒന്നും തീർന്നിട്ടില്ല രാമ. അത്ഭുതങ്ങളുടെ കമനീയ ശേഖരം ഇനിയും നമുക്ക് മുന്നിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിശ്വസ്തനായ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിങ്കിസ് തന്റെ അണിയറയിലെ തന്ത്രങ്ങളുടെ മൂർച്ച വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ക്വാമി പെപ്രെ ഓഫ്ലോഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിൽ പോലും ജോഷുവ സിറ്റൂരിയെ അദ്ദേഹം ഓഫ്ലോഡ് ചെയ്യും എന്ന് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സർപ്രൈസ് ഡൊമസ്റ്റിക് സൈനിങ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം ക്വാമി പെപ്രെ എനിക്ക് വരുന്നുള്ളൂ. ജോഷുവ സിറ്റൂരി ഓഫ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം ഒരു DMFന്റെ അറൈവല് ഞാൻ വെറുതെ സർപ്രൈസ്ഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കിട്ടിയാൽ കൊള്ളാം, അതെന്റെ പ്രതീക്ഷ മാത്രമാണ്, വേറെ ഒന്നുമല്ല. കിട്ടിയാൽ കൊള്ളാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജോഷുവ സിറ്റൂരിയോ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമ്പോൾ പേഴ്സണലി ദുഃഖം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം 2 സീസണുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ വിദേശ സൈനികമായിട്ട് ടീമിലെത്തിയ ജോഷുവ സിറ്റൂരിയുടെ ഒരു നല്ല കളി പോലും കാണാൻ പറ്റാതെ പുള്ളി ഓഫ്ലോഡ് ചെയ്യേണ്ടി വരുന്നതിൽ ഒരു ആരാധകൻ എന്ന നിലയിൽ സങ്കടമുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ കങ്കാരുവിന് പകരമായി ആരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അണിയറയിൽ നിന്നും മുന്നിലേക്ക് കടന്നുവെന്ന് ബ്ലാസ്റ്റേഴ്സിനായ ഇന്ദ്രജാലങ്ങൾ കളിക്കളത്തിൽ രചിക്കുന്നതെന്ന് അറിയാൻ കാത്തിരിക്കാം എന്നല്ലാതെ ജോഷുവ സിറ്റൂരിയുടെ വിടവാങ്ങലിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ കേരളത്തിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡൊമസ്റ്റിക് സൈനിങ് കൂടി വേഗത്തിൽ പൂർത്തീകരിക്കും. ജോഷുവ സിറ്റൂരി ഓഫ്ലോഡ് ചെയ്യുന്നു. ഒരു സർപ്രൈസ് എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കാം.